ഫോണ്ടുകളെ പറ്റി നമ്മൾ പഠിച്ചു, ടൈപ്പോഗ്രഫിയെ പറ്റി പഠിച്ചു, കളർ തിയറിയെ പറ്റി പഠിച്ചു. ഇനി നമ്മൾക്ക് അറിയാനുള്ളത് ഷേപ്സ് ആൻഡ് ഐക്കൺസ് എന്നൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മളുടെ സ്ലൈഡിലെ ഓരോ ഭാഗങ്ങളും ഓരോ സ്ലൈഡും അതിന്റെ ഓരോ ചെറിയ കമ്പോണന്റ് പോലും ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷ്വൽ എലമെന്റ്സ് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ചെറിയൊരു ആർക്ക് എലമെന്റ് പോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് എലമെന്റ്സ് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളുടെ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ കൃത്യമായിട്ട് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു 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 ലുക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു എലമെന്റ് ആഡ് ചെയ്യുന്നതിന് പകരം അത് മാത്രമാണോ ഷേപ്സ് ആൻഡ് ഐക്കൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതോ അതിന് അപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ഷേപ്സ് ആൻഡ് ഐക്കൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഡയഗ്രാംസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഷേപ്സ് ആൻഡ് ഐക്കൺസ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഡിസൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീമിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് കണ്ടു. പക്ഷെ നമുക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഐഡിയയെ വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ലെറ്റ്സ് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ ഇത് പഠിക്കുന്നതാണ്, പക്ഷെ എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മൾക്ക് ഒരു ഫ്ലോ ചാർട്ട് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഷേപ്സ് ആൻഡ് ഐക്കൺസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഭയങ്കര ക്ലിയർ ആയിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഗാമ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടിനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഒക്കെ ഉള്ളതിന് പകരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഐക്കൺസ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മളുടെ മൊബൈൽ ഫോണിന്റെ ഹോം സ്ക്രീൻ ശ്രദ്ധിച്ചാൽ മതി, എത്ര സിമ്പിൾ ആയിട്ടാണ് അതിലെ ഓരോ ഐക്കൺസും ബിൽഡ് ചെയ്തിരിക്കുന്നത് നമുക്കപ്പോൾ മനസ്സിലാവും. മൂന്നാമത്, നമ്മൾക്ക് ഐക്കൺസും ഷേപ്സും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് അറ്റൻഷൻ കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഫ്ലോ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് മനസ്സിലാക്കി എടുക്കാനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഒരു ജനറൽ ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാനും ഈ തരം എലമെന്റ്സ് നമ്മളെ സഹായിക്കും. ഇനി നമ്മളുടെ പേഴ്സണൽ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ സിനാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ടീച്ചർ ആസ് എ ബ്രാൻഡ്, എഡ്യൂക്കേറ്റർ ആസ് എ ബ്രാൻഡ് എന്നൊരു കോൺസെപ്റ്റ് തന്നെയുണ്ട്. അപ്പൊ നമ്മളുടെ സ്ലൈഡിനെ മറ്റുള്ളവരുടെ മെറ്റീരിയൽസിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന എലമെന്റ്സ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനും സാധിക്കും ആസ് എ ബ്രാൻഡിങ് പ്രാക്ടീസ്. ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ഷേപ്പുകളാണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക? ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ റെക്ടാങ്കിൾസ്, സർക്കിൾസ്, ലൈൻസ് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമുക്ക് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ ആരോസ് ഉണ്ട്. നമുക്കൊരു കോട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ഔട്ട്സ് ഉണ്ട്. ഇനി ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഷേപ്പുകളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ കസ്റ്റം ഷേപ്പുകളൊക്കെ ബിൽഡ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു കളർ പാലറ്റ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കളേഴ്സ് അതിനനുസരിച്ച് മാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഷേപ്പിനും അതിന്റെ പ്രപ്പോർഷണലി നമുക്കത് റീസൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ബാലൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പല ലെയേഴ്സ് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഐക്കൺസ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ നമുക്കൊരു സർക്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ ഒക്കെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കിട്ടുന്ന ഒരു എക്സ്ട്രാ ഒരു എഫക്റ്റ് ഉണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളിപ്പോ കണ്ട ഈ ഒരു സ്ലൈഡിൽ തന്നെ നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഷേപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ പ്രസന്റേഷനിലേക്ക് നമുക്കൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുക? നമ്മൾ ആദ്യം ഇൻസേർട്ടിൽ പോയിട്ട് നമുക്കൊരു ന്യൂ സ്ലൈഡ്, ഒരു ബ്ലാങ്ക് സ്ലൈഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഷേപ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഷേപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ റീസെന്റ് യൂസ് ചെയ്ത ഷേപ്പുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടുള്ള കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈൻസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. ഓരോന്നിലും ജസ്റ്റ് മൗസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹവർ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അതിന്റെ ഒരു പേര് എന്താണെന്ന് കിട്ടും. അതുപോലെ തന്നെ റെക്ടാങ്കിൾസ് ഉണ്ട്, ബേസിക് ഷേപ്സ് കുറെ അധികമുണ്ട്, ബ്ലോക്ക് ആരോസ് ഉണ്ട്, ഇക്വേഷൻ ഷേപ്സ് ഉണ്ട്, ഫ്ലോ ചാർട്ടിൽ ഇതുപോലെ തന്നെ നമ്മൾക്കൊരു റെക്ടാങ്കിൾ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് വേറൊരു മീനിങ് ആണ്. അതുകൊണ്ട് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് ഉണ്ട്, കോൾ ഔട്ട്സ് ഉണ്ട്, ആക്ഷൻ ബട്ടൺസ് ഉണ്ട്. ഇത് ഓരോന്നും നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ലെറ്റ്സ് സേ നമുക്കൊരു റെക്ടാങ്കിൾ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമുക്കപ്പോൾ ഒരു നമ്മളുടെ കേഴ്സർ മാറുന്നതായിട്ട് കാണാം, ഒരു ഹെയർ ലൈൻ ആയിട്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെക്ടാങ്കിൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഇസ് എ ബേസിക് ഷേപ്പ്. ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ഷേപ്പ്, ലെറ്റ്സ് സേ നമുക്കൊരു സർക്കിൾ, ഒരു ഓവൽ ഷേപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് കിട്ടി. ഇൻസേർട്ടിൽ പോയിട്ട് ഷേപ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഓവൽ ആണെങ്കിൽ നമ്മൾ ഓവലിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ആ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് ഡ്രോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് സർക്കിൾ നമുക്കിവിടെ കിട്ടും.
ഇതേപോലെ തന്നെ നമ്മൾ ഇൻസേർട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കിൾ ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു സ്ക്വയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. മാനുവലി നമുക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, ബട്ട് ഇറ്റ് വോണ്ട് ബി പെർഫെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രോപ്പർ സ്ക്വയർ ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യാം. ആൻഡ് ദെൻ നമുക്കതിനെ റീസൈസ് ചെയ്യുന്ന സമയത്ത് കോർണർ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു സ്ക്വയർ ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഓരോ ടൂളും അല്ലെ ഓരോ ഷേപ്പും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇൻസേർട്ടിൽ നിന്ന് ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മളുടെ മെനു മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾക്ക് കുറെ അധികം ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഈ ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഈ സ്ക്വയറിൽ തന്നെ എന്തൊക്കെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട്, അതായത് ഏത് ഷേപ്പും ബേസിക്കലി നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു എ ടെക്സ്റ്റ് ബോക്സ്. അപ്പൊ അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതിന്റെ ഡിസൈൻസ് ഓൾറെഡി പ്രീ ബിൽറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ നമുക്കിപ്പോ ഇങ്ങനെ വേണ്ട, നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാതെ നമുക്കിതൊരു ഷേപ്പ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഷേപ്പിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴേലും ഇതിൽ നിന്ന് എക്സിറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് ഹോമിലേക്ക് പോകും. എക്സിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ഫോർമാറ്റിലേക്ക് പോവുക. ഇവിടെ ഷേപ്പ് ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് കളർ മാറ്റാൻ സാധിക്കും. ഷേപ്പ് ഔട്ട്ലൈൻ ഉണ്ട്. ഷേപ്പ് ഔട്ട്ലൈനിൽ നമുക്ക് നോ ഔട്ട്ലൈൻ വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വെയിറ്റ് മാറ്റി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബോർഡർ ടു യുവർ ഷേപ്പ്. ആൻഡ് ദെൻ നമുക്ക് ഷേപ്പ് ഇഫക്ട്സ് ഉണ്ട്, ഷാഡോ, പ്രീസെറ്റ് പോലെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ഇഫ് വി വാണ്ട് ടു ട്രാൻസ്ഫോം ഓർ ഷേപ്പ് ലൈക്ക് ദിസ്, അപ്പോൾ ഇതൊരു 3D ഒബ്ജക്റ്റ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമുക്ക് മാറും. ഇനി ഷേപ്പിനുള്ളിലെ ടെക്സ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് ഇത് വരുന്നത്. അതുപോലെ നമുക്ക് മറ്റു ഓപ്ഷൻസ്, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിച്ച് ഇതിലെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ഷേപ്പുകളെ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഇത് എന്താ പറയുക, എന്തെങ്കിലും ഒരു ഷേപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഒരു പുതിയ ഡയഗ്രാം ഒക്കെ ബിൽഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. സോ നമുക്ക് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് ഇവിടെ കണ്ട ഇതൊരു ഇമേജ് ആയിട്ട് ഞാൻ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു ഇമേജ് ആണ്. പക്ഷെ ഇതേ ഇമേജ് നമുക്ക് ഇതേപോലെയുള്ള ഒരു ഇമേജ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഷേപ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ട് ഷേപ്പിൽ പോയി നമുക്കൊരു റൗണ്ടഡ് റെക്ടാങ്കിൾ നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് നമ്മളൊരു ഊഹത്തിന് നമ്മളൊരു ഏകദേശ ഷേപ്പ് ബിൽഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ അതിനെ ഒന്ന് കൊണ്ട് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ സൈസ് നമ്മളൊന്ന് ഈ നിലവിൽ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഈ റൗണ്ടഡ് റെക്ടാങ്കിളിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു യെല്ലോ സ്പോട്ട് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എത്രത്തോളം കോർണറിങ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം നേരത്തെ വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാനത് കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് ഇതിന്റെ ബോർഡർ ആണ്. അപ്പൊ നമ്മൾ ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഇതിൽ വെയിറ്റ്, അപ്പൊ ഇവിടെ വെയിറ്റ് പക്ഷെ മാക്സിമം 6 പോയിന്റ്സ് വരെയാണ് വരുന്നത്. അതേസമയം റൈറ്റ് സൈഡിൽ ഇതാ ഫോർമാറ്റ് ഷേപ്പിന്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പിൽ പിന്നെയും ചേഞ്ച് വരുത്താൻ സാധിക്കും. ഇപ്പൊ ലെറ്റ്സ് നമുക്ക് ഏകദേശം അവിടെ ഉണ്ടായിരുന്ന ഒരു രീതിയിലേക്ക് വന്നു. പക്ഷെ നമ്മൾ ബോർഡറിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബോർഡറിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഓവറോൾ ഷേപ്പിലും ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈസ് ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വി ഹാവ് ഗോട്ട് സംതിങ് സിമിലർ. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ കളറാണ്. അപ്പോൾ ഓൾറെഡി ഷേപ്പ് ഫില്ലിനകത്ത് കളർ ഉണ്ടെന്ന് മനസ്സിലായി. ദർ ഇസ് എൻ ഐ ഡ്രോപ്പർ ടൂൾ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സാക്ട് സെയിം കളർ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്തൊരു ചെറിയ ഷാഡോ പോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും? വീണ്ടും നമ്മൾ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് ഓപ്ഷൻസിൽ നമുക്ക് ഇവിടെ ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ താഴത്തെ വശത്ത് മാത്രമേ ഒരു ഷാഡോ വന്നിട്ടുള്ളൂ. സോ നമുക്ക് ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസൈഡ് ബോട്ടം എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിനകത്ത് തന്നെ നമുക്ക് ഇനി അതിന്റെ ചേഞ്ചസ് കൊണ്ടുവരണം. കളർ എന്താണ് വേണ്ടത് എന്നുള്ളത് നോക്കണം. നമുക്ക് ബ്ലാക്ക് കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പറ്റുമോ? അതുപോലെ തന്നെ നമ്മളുടെ ആംഗിൾ എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണ്. ഡിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സി മാനേജ് ഇറ്റ് ടു സംഹൗ ഒരു സെയിം ഫാഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ബ്ലർ എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലി തിരിച്ചു കൊണ്ടുവരുന്നു. ട്രാൻസ്പെറൻസി നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നു. സോ ദാറ്റ് ഇറ്റ് വിൽ ഗോ ടു ലെറ്റ്സ് സേ നമുക്കൊരു 85 93 is too much അല്ലേ, 90ലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യുന്നു. എക്സാക്ട്ലി സെയിം എന്ന് പറയുന്നില്ല, എന്നാൽ ഇപ്പോൾ ഐ ഡ്രോപ്പറിൽ പോലും പിക്ക് ചെയ്യുമ്പോഴത്തേന് കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും
നമ്മൾ എന്താണോ അവിടെ കണ്ടത് ഏകദേശം നമുക്ക് അതിന്റെ ഒരു ഫീച്ചറിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു വേറൊരു വേർഷൻ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഈ ഷേപ്പ് ഉള്ളത് കൊണ്ട് യു ക്യാൻ അഡ്ജസ്റ്റ് ദിസ്. ഇതിന്റെ ഒരു കേർവ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ സിമിലർ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അഗെയിൻ നമുക്ക് ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് ഓപ്ഷനിൽ ഷേപ്പ് ഫില്ലിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് ദ ഐ ഡ്രോപ്പർ ആൻഡ് ഗെറ്റ് ദ കളർ ദെയർ. കളറിൽ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഷാഡോയിലും വ്യത്യാസമുണ്ട്. പക്ഷെ സ്റ്റിൽ ഏകദേശം നമുക്ക് ആൻഡ് ദെൻ യു ക്യാൻ ഇൻസേർട്ട്. ഇപ്പൊ നമുക്കൊരു ലൈൻ ഷേപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കണക്ട് ഫ്രം ഹിയർ ടു ഹിയർ. ആൻഡ് ആ ലൈനിന്റെ ഷേപ്പ് ഔട്ട്ലൈൻ എന്താണ്, അതിന്റെ വെയിറ്റ് എത്രയാണ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് ദ ഒറിജിനൽ വൺ. ആൻഡ് ഇവിടെയും നമുക്ക് ഷേപ്പിന് കളർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് ഡിഫറെൻറ്റ് പ്രീസെറ്റ്സ് ഹിയർ. ആൻഡ് ലെറ്റ്സ് സേ കളർ നമുക്ക് ഇവിടുന്ന് ബ്ലാക്ക് ആക്കി മാറ്റാം. ദെൻ ഒന്നുകൂടി we are going to adjust the width. So somewhat similar. ഇതുപോലെ നമുക്ക് ഈ എൻ്റയർ ഡയഗ്രാം ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് 3 ഷേപ്സ് ഒരുമിച്ച് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് സംവെയർ ആൻഡ് ഡ്രാഗ്. ഇത് കംപ്ലീറ്റ്ലി കവർ ആയെങ്കിൽ മാത്രമേ ഇത് മുഴുവനായിട്ട് സെലക്ട് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ 2 എലമെന്റ്സ് മാത്രമേ സെലക്ട് ആവുള്ളൂ. സോ സെലക്ട് ദ ഹോൾ തിങ്. യു ക്യാൻ മൂവ് ദിസ് ടു ദ സൈഡ് ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫുള്ള് ബിൽഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഡയഗ്രാം നിങ്ങൾ എടുത്തിട്ട് അതിനെ ഒന്ന് ബിൽഡ് ചെയ്യാം. ഓൾറെഡി ഉള്ള ഒരു ഡയഗ്രത്തിനെ എന്തിനാണ് വീണ്ടും ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടുന്നത് വളരെ സൈസ് കുറഞ്ഞ അല്ലെ ക്ലാരിറ്റി കുറഞ്ഞ ഒരു ഇമേജ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ നമ്മളുടെ സ്ലൈഡിലേക്ക് ഇട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് അതിന് ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആയി പോകും. അപ്പോൾ അതിന്റെ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ നമുക്ക് ആ സാധനം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇനി അതല്ല നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇനി AI നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്ലോ ചാർട്ട്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ AI ടൂളുകളുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡയഗ്രാംസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്നാലും ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ദിസ് ഹാപ്പൻ. ഇനി ഇത് മാത്രമല്ല, മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഷേപ്പുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പല രീതിയിലുള്ള പല സാധ്യതകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും ആവശ്യം വരും. സോ അതിനൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ choose any diagram like this and try to recreate the same. ലെഫ്റ്റ് സൈഡിൽ അതിനെ ബിൽഡ് ചെയ്തിട്ട് അതൊരു റെഫറൻസ് ആക്കി വെച്ചിട്ട് എക്സാക്ട്ലി നമുക്ക് ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ ഡയഗ്രാം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഷേപ്സ് ആൻഡ് ലെറ്റ്സ് മൂവ് ടു ഐക്കൺസ്. ഐക്കൺസ് ഇതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ്. നമ്മൾക്ക് വേണ്ടി വരുന്ന പല സാധനങ്ങളും നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ സ്ലൈഡിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഐക്കൺസ് തരുന്നത്. ഐക്കൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐക്കൺസിന്റെ കൂടെ തന്നെ കുറെ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ കാർട്ടൂൺ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ പല ക്യാരക്ടേഴ്സും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഗൂഗിൾ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ദർ ആർ ഇലസ്ട്രേഷൻസ്, പല ടൈപ്പ് ഓഫ് ഇലസ്ട്രേഷൻസ് ഉണ്ട്. പല എലമെന്റ്സ് നമുക്ക് വേണ്ടി ഇലസ്ട്രേഷൻസ് നമുക്ക് ഇവിടുന്ന് തന്നെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാണ് യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന ഒരു ഓപ്ഷൻ. പക്ഷെ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സാധനങ്ങളും മിസ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. സോ വീഡിയോസ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. വിൽ കവർ ദീസ് തിങ്സ് മോർ ഇൻ വെൻ വി കം ടു ഡിസ്കസ് അബൌട്ട് മൾട്ടിമീഡിയ. പക്ഷെ ഐക്കൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ ആരോസ് ആണ് വേണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് ആരോസ്, ലെറ്റ്സ് സേ ഗ്രാഫ് ആണ് വേണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് അങ്ങനെ സിമ്പിൾ ഐക്കൺസ് നമുക്ക് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ് ആൻഡ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട്. ഇറ്റ് വിൽ ബി ആഡഡ് and you can resize it and use in your design. ഇതിൽ തന്നെ ഷേപ്സ് പോലെ തന്നെ നമുക്ക് ഗ്രാഫിക്സ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രാഫിക്സ് ഫിൽ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും. സോ ദാറ്റ്സ് അബൌട്ട് ഷേപ്സ് ആൻഡ് ഐക്കൺസ്.